മോഹൻലാലും മമ്മൂട്ടിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിനായി ഡൽഹിയിലെത്തിയ വേളയിലാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ മമ്മൂട്ടി സന്ദർശിച്ചത്. ഡൽഹിയിൽ ചലച്ചിത്ര ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് രാഷ്ട്രപതിയെ സന്ദർശിക്കാൻ ജോൺ ബ്രിട്ടാസിനൊപ്പം മമ്മൂട്ടി എത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് മലയാള സിനിമാ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇവർക്കൊപ്പം കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും സിനിമയിലുണ്ട്. നയൻതാരയും പ്രധാന വേഷത്തിലെത്തുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട അധികം അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയ നിറയെ ചർച്ചയാണ്. രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, രേവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ്, പ്രകാശ് ബെലവാടി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. ബോളിവുഡിലെ പ്രമുഖ ഛായാഗ്രാഹകനായ മനുഷ് നന്ദനാണ് ക്യാമറ ചലിപ്പിക്കുന്നത്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുക. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ഗൗതം മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അവസാനമായി മമ്മൂട്ടിയുടെ തിയേറ്ററിലെത്തിയ ചിത്രം. ബസൂക്കയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രം. ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഏപ്രിലിൽ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് വിവരം. അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗൗതം മേനോനും ബസൂക്കയിൽ പ്രധാന വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത് നിർമ്മാണ സംരംഭത്തിന്റെ പേരും അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ പേര് കളങ്കാവൽ എന്നാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.